ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിന്ന് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു എഗ് സാൻഡ്വിച്ച് ആണ് ഉണ്ടാക്കുന്നത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം മയോണൈസ് തയ്യാറാക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 മുട്ടയുടെ വെള്ളയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ചെറിയ അളവിലാണ് മയോണൈസ് തയ്യാറാക്കുന്നത്. ഇതിലേക്ക് 3 ചെറിയ അല്ലി വെളുത്തുള്ളി ഇടാം. ഇനി ഒരു 1/2 സ്പൂൺ പഞ്ചസാര, ഒരു നുള്ള ഉപ്പ്, 1 സ്പൂണ് വിനാഗിരിക്ക് പകരം നമുക്ക് നാരങ്ങാനീരും ഉപയോഗിക്കാവുന്നതാണ്. ഇത്രയും കൂടി നമുക്കൊന്ന് അടിച്ചെടുക്കണം മിക്സിയിൽ. ഇത് നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണം നമുക്കിതിലേക്ക് കുറേശ്ശെ വീതം ഓയിൽ ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ ആദ്യം കുറച്ച് ഓയിൽ ചേർത്തൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇതേ രീതിയിൽ നമ്മൾ ആദ്യം അടിച്ചെടുത്തിട്ട് വന്നത്. ഇപ്പോൾ നമുക്ക് ടേസ്റ്റ് നോക്കാം. ഇതിൽ കുറച്ച് ഉപ്പിൻ്റെയും പുളിയുടെയും കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഈ ടൈമിൽ അതും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഓയിലും കൂടി ചേർത്തിട്ട് നല്ല ക്രീമി രൂപത്തിൽ നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ നമ്മുടെ മയോണൈസ് എല്ലാം നല്ല ക്രീമി രൂപത്തിലായിട്ടുണ്ട്, നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് വേറൊരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. എല്ലാ വെജിറ്റബിൾസും നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. തക്കാളി ചേർക്കാം, ക്യാപ്സിക്കം, ഇത് 2 മുട്ട പുഴുങ്ങിയതിന് ശേഷം അതിൻ്റെ വെള്ളയാണ്, ഇത് നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർക്കാം. പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മയോണൈസ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മയോണൈസിൽ ഉപ്പിൻ്റെ അളവുണ്ട്, എന്നാലും നമുക്ക് കുറച്ചുകൂടി ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി 1/2 സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. നന്നായി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മയോണൈസിനെടുത്ത മുട്ടയുടെ വെള്ളം എടുത്തതിൻ്റെ ബാക്കിയും അതിലേക്ക് കുറച്ച് പാലും 1/2 സ്പൂണ് കുരുമുളകും കൂടിയും കൂടെ ചേർത്തതും കൂട്ടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം സ്പൂണ് കൊണ്ട്. എന്നിട്ടൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഇതിലേക്ക് ഒന്ന് ബട്ടർ തേച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ബ്രെഡ് എടുത്ത് നമ്മുടെ ഈ മുട്ടയുടെ കൂട്ടിൽ മുക്കിയിട്ട് പെട്ടെന്ന് തന്നെ പാനിൽ വെച്ച് കൊടുക്കണം. നമുക്കിതെല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. നമ്മൾ തീ വളരെ സിമ്മിൽ വേണം ഇട്ടേക്കാൻ, അല്ലെങ്കിൽ ബ്രെഡ് പെട്ടെന്ന് കരിഞ്ഞു പോകും. നമുക്കിനി ഇതൊന്ന് തിരിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബ്രെഡ് എല്ലാം റെഡി ആയിട്ടുണ്ട്. എന്നിട്ടൊരു പാത്രത്തിലേക്ക് നമുക്കൊരു ബ്രെഡ് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് 1 സ്പൂണ് ടൊമാറ്റോ സോസ് തേച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ്സ് വെക്കാം. നമ്മുടെ ആവശ്യത്തിന് ഇതിലേക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. ഇനി ഇതിന്റെ മുകളിലേക്ക് നമുക്കൊരു ബ്രെഡ് കൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന എഗ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക്